നമസ്കാരം. ജാതക കഥകളിലെ 12ാമത്തെ കഥ പൂവൻ കോഴിയും പെൺപൂച്ചയും. കാട്ടുകോഴികളുടെ താമസ സ്ഥലത്തിനടുത്ത് ഒരു പെൺപൂച്ച ഉണ്ടായിരുന്നു. ഓരോ സൂത്രം പ്രയോഗിച്ച് കോഴികളെ ഒന്നൊന്നായി അവൾ തിന്നു തീർത്തു. എന്നാൽ അവരുടെ നേതാവായ പൂവൻ കോഴിയെ മാത്രം കിട്ടിയില്ല. അവൻ പൂച്ചയുടെ തന്ത്രങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ശ്രദ്ധയോടെ നടക്കുകയാണ്. അപ്പോൾ പൂച്ച വിചാരിച്ചു, എൻ്റെ തന്ത്രങ്ങളിലൊന്നും ഈ പൂവൻ കോഴി വീഴുന്നില്ലല്ലോ, ഇവനെ പിടിക്കാൻ പുതിയൊരു വഴി നോക്കാം. അവൾ മെല്ലെ പൂവൻ കോഴിയുടെ അടുത്തേക്ക് ചെന്നു. അവനൊരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. പെൺപൂച്ച ചെറിയൊരു കുണുക്കത്തോടെ അവനോട് പറഞ്ഞു, അങ്ങ് എന്തു സുന്ദരനാണ്. വെട്ടിത്തിളങ്ങുന്ന വാലും ചിറകും, ചുവന്നു തുടുത്ത ഉച്ചിപ്പൂവ്. അങ്ങയുടെ ഭാര്യയാകാൻ എനിക്ക് മോഹമുണ്ട്. ഇത് കേട്ടപ്പോൾ പൂവൻ കോഴിക്ക് കാര്യം മനസ്സിലായി. ശൃംഗരിച്ച് വശപ്പെടുത്തി കൊന്നു തിന്നാനുള്ള പുറപ്പാടാണ്. എന്നാൽ അവൻ അത് മനസ്സിലാക്കാത്ത മട്ടിൽ പറഞ്ഞു, സുന്ദരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ 2 വർഗക്കാരാണ്. നീ ജന്തുവും ഞാൻ പറവയും. നമ്മൾ തമ്മിൽ ചേരുകയില്ല. അതുകൊണ്ട് വിവാഹകാര്യമൊന്നും പറയണ്ട. ഇത് കേട്ട പൂച്ച വിചാരിച്ചു, ഇവൻ വലിയ പുള്ളി തന്നെ. എന്തായാലും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അവൾ വീണ്ടും പൂവൻ കോഴിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു. ഓരോ കിന്നാരം പറഞ്ഞ് വശപ്പെടുത്താൻ നോക്കി. ഇത്രയുമായപ്പോൾ പൂവന് തോന്നി, ഇവളോട് നയം പറ്റില്ല, പേടിപ്പിച്ചേ പറ്റൂ. നിന്റെ ഈ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ കൂട്ടുകാരുടെ മുഴുവൻ ചോര കുടിച്ചവളാ നീ. ഇനി നിനക്ക് എന്നെയും കൊന്നു തിന്നണം അല്ലേ? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂവൻ കോഴി കോപത്തോടെ ചിറക് വിരുത്തി പൂച്ചയുടെ പുറത്തേക്ക് ചാടിക്കയറി കൂർത്ത നഖവും ചുണ്ടും കൊണ്ട് പൂച്ചയെ ശക്തമായി കൊത്തി. പൂച്ച ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. നന്ദി.